ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ചു കയറി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞു. മധുരൈ സ്വദേശി ബെഞ്ചമിനാണ് പ്രതി. തമിഴ്നാട് സ്വദേശിയായ പ്രതി എത്തിയത് മോഷണത്തിനാണ് എന്നാണ് പോലീസ് പറയുന്നത്. പ്രദേശത്തെ മറ്റു വീടുകളിൽ പ്രതി മോഷണത്തിനായി കയറുന്ന CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചത്. പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ പ്രതിയെ എന്നത്. പ്രതി നേരത്തെ തന്നെ ഇതൊക്കെ സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തുടരന്വേഷണം? മറ്റു വിശദാംശങ്ങൾ, ഇയാൾ ഒരു മോഷ്ടാവാണ് എന്നുകൂടിയുള്ള വിവരങ്ങൾ പുറത്തു വന്നല്ലോ. അനുജ, മോഷണ ശ്രമത്തിനിടെയാണ് ഈ പീഡനം നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. മധുര സ്വദേശിയായ ബെഞ്ചമിനാണ് പ്രതി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. പ്രതി ഇന്നലെയാണ് പോലീസ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അതിന് പിന്നാലെ ഇന്ന് തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ. ഇപ്പോൾ ആ പെൺകുട്ടി ഇത് തന്നെയാണ് പ്രതി, മധുര സ്വദേശിയായ ബെഞ്ചമിൻ തന്നെയാണ് പ്രതി എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോറി ഡ്രൈവറാണ്. മധുരയിൽ നിന്ന് ഇവിടേക്ക് ഈ ലോറിയുമായി എത്തിയതാണ്. അതിന് പിന്നാലെ മോഷണം നടത്താനായിരുന്നു ഉദ്ദേശം. മോഷണം നടത്താനായാണ് ഈ ഹോസ്റ്റൽ മുറി തെരഞ്ഞെടുത്തത്. അവിടെ ആ കുട്ടി അന്ന് ഈ പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് അതേ ദിവസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ വാതിൽ കുറ്റിയിട്ടിരുന്ന കാര്യത്തിൽ പെൺകുട്ടിക്ക് ഇപ്പോഴും സംശയമുണ്ട്. അതിനിടയിലാണ് മോഷണ ശ്രമത്തിനായി അവിടെ കയറുകയും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ്. പെൺകുട്ടി അപ്പോൾ തന്നെ പരാതി നൽകുകയും പിന്നാലെ ഈ പ്രതിയെ അറിയില്ല എന്നായിരുന്നു പറഞ്ഞത്. പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, മുഖം ഓർമ്മയില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിന് പിന്നാലെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയത്. ആ പ്രദേശത്തെങ്ങും CCTV ഉണ്ടായിരുന്നില്ല. കുറച്ച് മാറിയായിരുന്നു CCTV ഉണ്ടായിരുന്നത്. ആ കെട്ടിടത്തിലും CCTV ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ രാത്രി വൈകി നടന്ന ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ പോലീസ് വളരെ വേഗത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അതിന് പിന്നാലെ സംശയം തോന്നി മധുര സ്വദേശിയായ ബെഞ്ചമിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നാലെയാണ് ഈ മോഷണ ശ്രമത്തിനിടെയാണ് ഈ പീഡനം എന്നുള്ള കാര്യം പ്രതി സമ്മതിച്ചത്. അതിന് ഒടുവിലാണ് ഇന്ന് തിരിച്ചറിയൽ നടന്നത്. തിരിച്ചറിയലിലാണ് ഇപ്പോൾ അല്പസമയം മുൻപ് പെൺകുട്ടി ഈ പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഈ കൃത്യം നടത്തിയ ശേഷം ആദ്യം ആറ്റിങ്ങലിലേക്ക് പോയി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ബെഞ്ചമിൻ ആറ്റിങ്ങലിലേക്ക് പോവുകയും അവിടെ നിന്നും മധുരയിലേക്ക് കടക്കുകയുമായിരുന്നു. എന്തായാലും ഈ CCTV ദൃശ്യങ്ങൾ, മോഷണ ശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ മറ്റ് നടപടിക്രമങ്ങൾ, സ്റ്റേഷനിലെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. പിന്നാലെ മറ്റ് തെളിവെടുപ്പുകൾ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകും. എന്തായാലും പ്രാഥമികമായി തന്നെ ഇന്നലെ തന്നെ ഈ പ്രതി കുറ്റം സമ്മതിച്ചിരുന്നു. മോഷണ ശ്രമമായിരുന്നു നടത്തിയിരുന്നത്. കുറ്റം സമ്മതിച്ചു എന്നാണ് അറിയുകയും ചെയ്യുന്നത്. അനുജ, കഴക്കൂട്ടത്ത് ഹോസ്റ്റൽ മുറിയിൽ അതിക്രമിച്ച് കയറി യുവതിയെ പീഡിപ്പിച്ച കേസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചത്. പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇയാൾ ലോറി ഡ്രൈവറാണ്. മധുര സ്വദേശിയാണ്. ബെഞ്ചമിൻ എന്നാണ് പേര്. ഇയാളെ ഇനിയിപ്പോൾ അടുത്ത തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കൊണ്ടുപോകും എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം സലിം മാലിക്കാണ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.